ഈ കാട് പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നമ്മുടെ ബ്രോക്കോളിയുടെ വിഭാഗത്തിൽപ്പെട്ട ബ്രോക്കോളീനി എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്തുള്ളതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് ഓർത്തു. ഇതിലെല്ലാം പിന്നെയും വരുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം ഒരുമാതിരി കാട് പോലെ നിൽക്കുന്നുണ്ട്. ഉള്ളതൊക്കെ പറിച്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് കുറച്ച് ചെടിയൊക്കെ ഒന്ന് കളയാമെന്ന് ഓർത്താണ്. ഇതിപ്രാവശ്യം മമ്മിയുടെ നോട്ടം കൊണ്ടാണെന്നറിയില്ല, നന്നായിട്ട് വളർന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വളർന്നിട്ട് അവിടെ എല്ലാം ഞങ്ങൾ ഇത് വളർന്നു വന്നപ്പോൾ ഇത് ആക്ച്വലി വിത്തിട്ട് മുളച്ചതാണ്. വിത്തിട്ട് മുളച്ച് വന്നപ്പം എല്ലാം കൂടെ വളർന്നു വരുന്ന കണ്ടപ്പോൾ ഞങ്ങളോർത്ത് ഓക്കെ ചെറിയതായിട്ട് നിൽക്കുകയുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് ഓരോന്നും പറിച്ച് മാറ്റിയില്ല. എല്ലാ ചെടിയും അവിടെ തന്നെ നിർത്തിയിരുന്നു. പിന്നെ ഇതിങ്ങനെ വളർന്നു വരുന്ന കണ്ടപ്പോഴാണ് മമ്മി കുറച്ച് ചെടിയെ പറിച്ചിട്ട് അതിൻ്റെ പുറകിലോട്ട് ഉള്ള ബെഡിലൂടെ വെച്ചത്. അപ്പോൾ ഇതിനെ കുറച്ച് ദൂരത്തിലൊക്കെ നിർത്തുകയാണെങ്കിൽ കുറച്ച് നല്ലതായിട്ടൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ആണ് ഞങ്ങൾ കുറച്ച് പറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചത്, ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട്. മറ്റേ ബ്രോക്കോളിയുടെ ഒരെണ്ണത്തിലുണ്ടാകത്തുള്ളൂ. ഇതുണ്ട് എൻ്റെ സൈഡിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം വെട്ടിയെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡ് എൻ്റെ എല്ലാം ഇനിയും ഉണ്ടാവുന്നുണ്ട്. വെട്ടിയെടുത്തത് പുഴുത് കളയാൻ ഒരു മൂട്ടിലാണോ ഇതല്ലേ ബാക്കി ഇത് വരാനുള്ളത് നിർത്താനോ? ചെറുത് ഇനി എൻ്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നു. ഈ 2 മൂട് നിൽക്കുന്നു, ഇളകി വന്നു ഇതിൻ്റെ കൂടെ. ഉള്ള സ്ഥലത്ത് എല്ലാ പച്ചക്കറികളും കൂടെ എന്താ പറയുക നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിലാണ് ഇതുപോലെ ഇങ്ങനെ അടുങ്ങിയൊക്കെ ആയി പോകുന്നത്. ഈ വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് ചെടികൾ ഒരുമിച്ച് മുളച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വരി മാത്രം നിർത്തിയിട്ട് ബാക്കി ചെടികളെല്ലാം പിഴുത് മാറ്റി വേറെ എവിടെയെങ്കിലും നടുവോ അല്ലെങ്കിൽ പിഴുത് കളയുകയോ ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തതാണ് ഇങ്ങനെ ഇതുപോലെ ഇത്രയും കാട് പോലെയൊക്കെ വളരാനായിട്ട് വളരുന്നത്. ഈ ബ്രോക്കോളി വിൻ്ററിലും ഉണ്ടാവുന്ന കേട്ടോ. നമ്മുടെ ഒരു വലിയൊരു വിൻ്റർ കഴിഞ്ഞ് ഈ സ്പ്രിങ് തുടങ്ങുന്നതിന് മുന്നേ വിൻ്ററിൻ്റെ അവസാന മാസത്തിലൊക്കെ ഇട്ടാൽ ഈ ഒരു സമയത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റും. പിന്നെ ഇനി ഇട്ടാലും നമുക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിനെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും ചെടികൾ ഞങ്ങൾ പിഴുതു മാറ്റി. അവിടെ അത്രയും ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്തു. ഇനി അവിടെ നിൽപ്പുണ്ട് ഒരു 4-5 ചെടികൾ അപ്പുറത്തായിട്ട് നിൽപ്പുണ്ട്. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും നടാമെന്ന് ഓർത്താണ്. അവിടെ കുറച്ച് ബ്രോഡ് ബീൻസ് നിൽപ്പുണ്ട്, അതിനെയും കൂടെ പിഴുതു മാറ്റണം. അതും ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അത് ഒരുപാട് വളർന്ന് വലുതായിട്ട് ഒരുപാട് അതിനകത്ത് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും ബ്രോക്കോളിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. കണ്ടോ പറഞ്ഞിട്ടേക്കുന്നത് കൊച്ചു വന്ന് അടയ്ക്കുവാ. അവൻ ഇറങ്ങണമെന്ന്. പിന്നെ ഇറങ്ങാടാ, പിന്നെ ഇറങ്ങാം. പിന്നെ